ഹലോ മക്കൾസ്. അപ്പൊ നിങ്ങൾ നാളെ കാണാൻ പോകുന്ന നമ്മളുടെ ബയോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രൊഡിക്ട് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് എത്ര ചാപ്റ്റർ ആണല്ലോ ഫാസിൽ സർ? നാളെ ഐ തിങ്ക് മെയിൻ ആയിട്ട് 4 ചാപ്റ്ററുകളാണ് ഉള്ളത്. പിന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും ചാപ്റ്റർ എന്ത് ചെയ്യാം, മേ ബി 1, 2, 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേ ബി ചോദിക്കാം. ഇനി എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യാം, നമ്മൾ ആൻസർ ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ്ലി നാലാമത്തേയും 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, അതിൽ നമ്മുടെ 7-ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തെ പോർഷൻ മാത്രം നമുക്ക് സാധ്യത. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 4, 5, 6 ഈ 3 ചാപ്റ്ററുകളാട്ടോ. യെസ്, അപ്പൊ ഇപ്പൊ തന്നെ എന്റെ മക്കളെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാ, ഒരു ഹാർട്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ ഇടാ, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്റർ 4 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഫസ്റ്റ് റാറ്റ് ഫീവർ ആണ്. റാറ്റ് ഫീവറിൽ അതിൻ്റെ പാത്തോജനും അതിൻ്റെ കോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എയ്ഡ്സ് എങ്ങനെ പകരും, എയ്ഡ്സ് എങ്ങനെ പകരില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ കോസസ്, എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ക്യാൻസർ, വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ക്യാൻസർ, അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്താണ്, അതിൽ ആ ഷേപ്പ് എന്തായിട്ടാണ് മാറുന്നത്, പിന്നെ അതിൻ്റെ കോസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 5. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 5 എന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ബോഡി കവറിങ്സ് അഥവാ നമ്മളെ സ്കിന്നും മ്യൂക്കസും അത് രണ്ടും നിങ്ങൾ നോക്കി വെക്കുക. ദെൻ നമ്മളുടെ WBCന്റെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിൽ മെയിൻ ആയിട്ട് അതിന്റെ ടൈപ്സ് പഠിച്ചു വെക്കുക. B ലിംഫോസൈറ്റ്, T ലിംഫോസൈറ്റ്, അതൊക്കെ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ ഫാഗോസൈറ്റോസിസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്, അതെ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫാഗോസൈറ്റോസിസ്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കുന്നത് എങ്ങനെയാണ്, ത്രോംബോപ്ലാസ്റ്റിൻ, ത്രോംബിൻ, പ്രോത്രോംബിൻ, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുന്നത് എങ്ങനെയാണ്, വീങ്ങൽ പ്രതികരണം. ഓക്കെ, ദെൻ ഫീവർ, പനി എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, അതും അല്ല, രോഗപ്രതിരോധമാണ്. ഓക്കെ, ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാവില്ല. യെസ്, അപ്പൊ അത് എന്തായാലും ഉറപ്പായിട്ട് പഠിച്ചു വെക്കാം. ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഒരാൾക്ക് നമുക്ക് വേറൊരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ നോക്കണം, എന്താണ് അവിടെയുള്ള പ്രശ്നം എന്നുള്ളതും കൂടി നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ചാപ്റ്റർ 6 അൾട്ടിമേറ്റ്ലി മെന്റലിന്റെ ക്രോസിംഗ്, വല്യുട്ടി, കുഞ്ഞുട്ടി, ചെറിയ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നൊക്കെ പറയുന്ന ആ ക്രോസിംഗ്സുകൾ ഓർത്ത് വെക്കുക. ദെൻ DNA ആൻഡ് RNA ഡിഫറൻസുകൾ ഓർത്ത് വെക്കുക. DNA ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. പിന്നെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം, ആ ഒരു ചിത്രം തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇവനാര് അവനാര്, mRNA എവിടെ, TRNA എവിടെ എന്നൊക്കെ ചോദിക്കും, അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. ദെൻ ക്രോമസോം ഇൻ ഹ്യൂമൻസ്, മനുഷ്യരിലെ ക്രോമസോമുകളും അതുപോലെ തന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ചാപ്റ്റർ 7 നിന്ന് വളരെ കുറഞ്ഞ കാര്യമുള്ളൂ. യെസ്, അല്ലെങ്കിൽ ഒരു കുട്ടി ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലിഗേസും അതേപോലെ തന്നെ നമ്മളെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും. ഓക്കെ, ഈ 2 സാധനം കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, റെഡി? യെസ്, അപ്പോൾ നമ്മളെ ജനറ്റിക് സിസേഴ്സും അതേപോലെ ജനറ്റിക് ഗ്ലൂ, അതേപോലെ തന്നെ വേറൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഓർത്ത് വെക്കാന്നുള്ള ഇന്നത്തെ ലൈവിൽ മിസ് പറഞ്ഞു തരും കേട്ടോ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നടക്കാൻ പോകുന്ന നമ്മളെ ലൈവിൽ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും അതിനു വേണ്ടി നമ്മളെ ലൈവിൽ വരിക. ഇനി നമുക്ക് എന്താണുള്ള ഫാസിൽ സാർ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് 3 ചാപ്റ്ററുകൾ, പാവപ്പെട്ട 3 ചാപ്റ്ററുകൾ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട്. അവർ ഓണപരീക്ഷയ്ക്ക് മെയിൻ ആയിരുന്നു, പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവർക്ക് വലിയ റോളൊന്നും ഇല്ല. പക്ഷെ ചെറിയൊരു കുഞ്ഞു റോൾ ഉണ്ട്. 1, 2, 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിലോട്ട് പോവാം. ചാപ്റ്റർ 1, 2, 3. ഓക്കെ, 1 ഇതാണ്. 1 നിന്ന് ഫസ്റ്റ് ന്യൂറോൺ. ഇതെന്താ ഇങ്ങനെ? കുഴപ്പമില്ല. 1 ന്യൂറോൺ ആണ്. ന്യൂറോന്റെ ആ സ്ട്രക്ചർ. ഓക്കെ, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ് പറയുന്ന ആ സ്ട്രക്ചർ പഠിക്കണം. പിന്നെ ബ്രെയിനിന് 5 പാർട്ട് ഉണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്ത് വില കൊടുത്തും പഠിക്കണം. അത് ഇൻ കേസ് ക്രിസ്മസ് എക്സാമിന് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് കൊല്ല പരീക്ഷയ്ക്കും മോഡൽ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ പ്രോബബിലിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. സോ എന്ത് ചെയ്യുക, അതെന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ സ്ട്രക്ചർ, നമ്മൾ ലേബൽ ചെയ്യാനുള്ള സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഐ അല്ലെങ്കിൽ ഇയർ, ഇന്നർ ഇയർ പ്രത്യേകിച്ച് നോക്കി വെക്കുക. ഓക്കെ, ദെൻ ഫ്ലോ ചാർട്ട് നോക്കുക. അതായത് എങ്ങനെയാണ് ഓരോ സ്റ്റേജസ് നമുക്ക് നടക്കുന്നുണ്ട് അല്ലെ, സ്മെല്ലായിക്കോട്ടെ, കേൾവി ആയിക്കോട്ടെ, പിന്നെന്താണ്, കാഴ്ച ആയിക്കോട്ടെ, ഇതിന്റെ ടേസ്റ്റ്. ഓക്കെ, അത് നോക്കി വെക്കുക. ദെൻ റിസെപ്റ്റേഴ്സ്, നമ്മളെ ഒമാറ്റിഡിയ, അതേപോലെ ജേക്കബ്സൺസ് ഓർഗൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ തേർഡ് ചാപ്റ്ററിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ ഹോർമോൺസുകൾ അതിന് വരി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സ്ലൈഡ് പോരാ, അതിനേക്കാൾ അപ്പുറത്തൊരു സ്ലൈഡും കൂടി വേണ്ടി വരും. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, അത് ആ ഒരു പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ്. അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയബറ്റീസ്, പിന്നെ ഡയബറ്റീസിൻ്റെ സിംറ്റംസ്, ഡയബറ്റീസിൻ്റെ കോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഫിറമോൺ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഫിറമോണിൻ്റെ എക്സാമ്പിളുകളൊക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബയോളജി പ്രൊഡിക്ഷൻ. അപ്പോൾ ഫാസിൽ സാർ ആൻഡ് ശ്രുതി മിസ് പ്രൊഡിക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ വരാൻ പോകുന്ന എക്സാമിന് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കുക. ഓക്കെ, റെഡി? അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ കാണാം 6 മണിക്ക്. ഗുഡ് ബൈ.